നിന്റെ വീട്ടുകാരായിട്ട് നീ പ്രശ്നം ഉണ്ടാക്കാറില്ലേ? അത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസം അവരുടെ മിണ്ടാതിരിക്കുക ചെയ്യാ. പിന്നെ ഇത് അവള് ജനിച്ചു വളർന്ന വീടാണ്. കല്യാണം കഴിച്ചു കൊടുത്തു പറഞ്ഞിട്ട് അവളിന്റെ പെങ്ങളാകാതിരിക്കുന്നില്ല. അതെന്റെ കൂടെ പിറപ്പാണ്. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓടി വരെ ഈ വീട് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വരുമ്പോ നീ മോൻ ഉറപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുക ചെയ്യേണ്ടത്. നീ നിന്റെ വീട്ടിൽ പോകുമ്പോ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നിനക്ക് എത്ര വിഷമം ഉണ്ടാവും? ഓരോ പ്രവാസികളും ചെറിയ പൈസ മാത്രം പിടിച്ച് ബാക്കിയെല്ലാം സ്വന്തം വീട്ടിലേക്ക് അയക്കുന്നവരാ. ഒരു 2 തരത്തിന്റെ ചായ കുടിക്കണമെങ്കിൽ പോലും 3 വട്ടം ഞങ്ങൾ ആലോചിക്കും. ഒരു റൂമിൽ 6-8 ആളാ താമസിക്കുന്നത്. പക്ഷെ പ്രവാസികളുടെ കുടുംബത്തിനോ അവർക്ക് വലിയ വീടും ഒരു വീട്ടിൽ തന്നെ 5-6 വാഷ്റൂം ഒക്കെ. ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് അവിടെ വന്നാൽ മാത്രം മനസ്സിലാവും. പത്തും 12 മണിക്കൂർ ജോലി കഴിഞ്ഞ് റൂമെത്തിയാൽ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ കഴിയില്ലടോ. പിന്നെ റൂം വൃത്തിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഡ്രസ്സ് അലക്കണം. അതിനിടയ്ക്ക് നിങ്ങളുടെയൊക്കെ വിശേഷം അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നീ അമ്മയമ്മയെ കുറിച്ച് കുറ്റം പറയുന്നു, അമ്മായിമ്മ മരുമകളെ കുറിച്ച് കുറ്റം പറയുന്നു. നിനക്കാണെങ്കിൽ ആ സാധനം ഈ സാധനം പറഞ്ഞിട്ട്. എടാ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാള് മോനെ സുഖമാണ് ചോദിച്ചിട്ടുണ്ടോ? ഏട്ടന്റെ പണി എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടോ?